ഒരു വടുകപ്പുളി നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു അച്ചാർ. അതിന് ഞാനൊരു ഇടത്തരം നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ എടുക്കുമ്പോൾ എപ്പോഴും തൊലി നല്ല മഞ്ഞ കളറുള്ളത്, അതായത് പഴുത്ത നാരങ്ങ എടുക്കുക. ഇനി ഇത് തൊലി ചെത്തിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. തൊലി ചെത്തിക്കളഞ്ഞിട്ട് നാരങ്ങയൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ചൂടായിട്ട് വരട്ടെ, എന്നിട്ട് കടുക് ഇടാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരണം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, കായം, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. ഈ ചൂടൊന്ന് ആറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പുളിവെള്ളമാണ്, അതായത് വാളംപുളി പിഴിഞ്ഞ വെള്ളം. കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് വാളംപുളി പിഴിഞ്ഞ വെള്ളം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സദ്യക്ക് വിളമ്പണ വടുകപ്പുളി നാരങ്ങ അച്ചാറിൽ നമ്മൾ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കുകയല്ല. നമ്മൾ ശരിക്കും അച്ചാറാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ സദ്യക്ക് വിളമ്പാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഇത്രയും മതി. ഇപ്പോൾ നമ്മുടെ വടുകപ്പുളി നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് സദ്യക്ക് വിളമ്പുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.